ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് കുറച്ചേ ആയിരുന്നുള്ളൂ. 8 മാസം കൊണ്ടാണ് വീട് പണി പൂർത്തിയാക്കിയത്. നമുക്ക് വീടൊന്നും കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് വീടിന്റെ ഫ്രണ്ടേജ്. കളത്തിൽ നിന്നാണ് വീട്ടുപേര്. ഇതാണ് വീടിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോഴത്തെ മോഡലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെയും കൂടി അഭിപ്രായം പറയണം കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. സോളാർ വെച്ചിട്ടുണ്ട്. നൈറ്റാണ് ഷൂട്ട് ചെയ്തത്, അത് കാരണം സോളാർ കാണുന്നില്ല. ഈ ഡോർ വന്നിട്ട് ഒറിജിനൽ തേക്കാണ്. ഡിസൈനൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് ഈ ലിവിങ് റൂം. ലിവിങ് റൂമിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ വർക്കാണ് ഇതൊക്കെ. TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്, പെർഗോള ചെയ്തിട്ടുണ്ട്, കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോകുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിലേക്കാണ്. അനിയത്തി കട്ടിലിൻ്റെ അടിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴേക്കും ആളോടി. റൂമിൽ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കാണ് ഇതൊക്കെ. ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്, കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് വാഷിംഗ് ഏരിയയിലേക്കാണ്. അവിടെയും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് എൻ്റെ അനിയത്തിയുടെയും റൂമിലേക്കാണ്. ഞങ്ങളുടെ റൂമിലും ഡ്രസ്സിംഗ് ടേബിളും കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അവിടെയും ചെറുതായിട്ട് ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അച്ഛമ്മയുടെ റൂം. ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി 2 അലമാര ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെക്കാനുള്ള ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല ഈ റൂമിൽ. ഇതാണ് കിച്ചൺ. ഇത് വന്നിട്ട് മോഡുലർ കിച്ചണാണ്. കിച്ചൻ്റെയും ഹോളിൻ്റെയും റൂമിൻ്റെയും എല്ലാ ഇൻറ്റീരിയർ വർക്കും കൂടി ഒരുമിച്ച് ചെയ്തതാണ്. ചെറിയ കിച്ചണാണ്. ഇത് വന്നിട്ട് വർക്കിംഗ് ഏരിയ ആണ്. അല്ലാതെ ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ വർക്കിംഗ് ഏരിയയിലാണ് വെക്കാറ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.